ചെറിയൊരു ഒരു 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 കഥ പറയാം. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഇതാണ് കഥ. എല്ലാവരും കഥയിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഈ കഥ പറയുന്നത് ഒരു വാശിയേറിയ ഡിബേറ്റിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ പേരുകൾ ഓർത്തിരിക്കണം. ഒരു നാട്ടിൻപുറം, ആ നാട്ടിൻപുറത്ത് ഒരു ചേട്ടൻ, ആ ചേട്ടൻ്റെ പേര് സണ്ണി. ചേട്ടൻ്റെ പേരെന്താണ്? സണ്ണി റിലേഷൻഷിപ്പിലാണ്. സണ്ണിയുടെ ലവറിൻ്റെ പേര് മിനി. സണ്ണിയുടെ ലവറിൻ്റെ പേരെന്താണ്? മിനി. ഇതൊരു 10-20 വർഷം മുമ്പ് നടക്കുന്ന കഥയാണ്. കഥയിൽ ചോദ്യമില്ല ഫാത്തിമ, കഥയിൽ ചോദ്യമില്ല. അപ്പോൾ 10-20 വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന കഥ. സണ്ണിച്ചൻ മിനിയോട് പറഞ്ഞു, ഇന്ന ദിവസം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ആ പുഴയുടെ തീരത്ത് വെച്ച് കണ്ടുമുട്ടാം. പുഴയുടെ തീരത്തെന്ന് വെച്ചാൽ പുഴയുടെ തീരത്തു നിന്ന് ഒരു 1/2 കിലോമീറ്റർ മുമ്പോട്ട് നടന്ന് ബസ്സിന് പോയി ഇറങ്ങാവുന്ന സ്ഥലമുണ്ട്. അവിടെ വെച്ച് കണ്ടുമുട്ടാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. സണ്ണിച്ചന് അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. വെള്ളിയാഴ്ച വൈകുന്നേരമാണല്ലോ അങ്ങനെ പറയുന്നത്. ശനി ഞായറും പോയത് അറിഞ്ഞേയില്ല. തിങ്കളാഴ്ച രാവിലെ മിനി എഴുന്നേറ്റു. സണ്ണിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറ് നീലയാണ്. നീല കളറുള്ള ചുരിദാർ, നീല ചെരുപ്പ്, നീല എയർ ബാൻഡ്, നീലവള, നീലമാല, ഇതൊക്കെ ഇട്ട് മിനി അണിഞ്ഞൊരുങ്ങി കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് നോക്കി, ഇങ്ങനെയൊക്കെ ഒന്ന് തിരിഞ്ഞൊക്കെ നോക്കി. കൊള്ളാം, ഫൈൻ, സുന്ദരിയായിരിക്കുന്നു. സണ്ണിച്ചന് ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രം ഇതാണ്. അങ്ങനെ വീടിന് പുറത്തിറങ്ങിയപ്പോഴാണ് മിനി റിയലൈസ് ചെയ്യുന്നത് അന്ന് ഹർത്താലാണ്. ഒരു മാർഗ്ഗമില്ല അങ്ങോട്ട് പോകാൻ. ആകെ സങ്കടമായി എന്ന് മാത്രമല്ല, മിനിക്ക് ടെൻഷൻ ഉണ്ടാവാൻ തുടങ്ങി. യുണോവായി? സണ്ണിച്ചൻ കലിപ്പന, പോയില്ലെങ്കിൽ ബ്രേക്കപ്പ് ആവും. മനസ്സിലായോ? അതാണ് അവസ്ഥ. മിനിക്ക് ആകെ സങ്കടമായി. മാത്രമല്ല, ഇതിനു മുമ്പ് 10 മിനിറ്റ് താമസിച്ചതിന് സണ്ണിച്ചൻ ചെയ്തെന്താണെന്ന് അറിയാമോ? ഒരു ഒറ്റ അടിയും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി വൈകി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാൻ പൊസസീവാണ്. ഉടനെ അവളെ വേദന സഹിച്ചിട്ട്, ഈ കലിപ്പൻ്റെ ഒരു കാര്യം, ഒരു ലവ് ആണല്ലോ. എനിക്ക് ആകെ സങ്കടം, പോകാൻ യാതൊരു മാർഗ്ഗവുമില്ല. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നത്. യുറീക്ക, വേർ ദർ ഈസ് എ വേ, അല്ലേ? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, നെസസിറ്റി ഈസ് എ മദർ ഓഫ് ഇൻവെൻഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് പഠിച്ച കോമ്പോസിഷനൊക്കെ ഓർമ്മ വന്നു. പെട്ടെന്നാണ് അവൾക്ക് മനസ്സിലായത്, അവിടെ ഒരു ആറുണ്ട്, പുഴ. ഈ പുഴ കടന്ന് അക്കരെ എത്തി 1/2 കിലോമീറ്റർ നടന്നാൽ ഈ സ്ഥലത്തെത്താം. അവൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഈ കടവിലെത്തിയപ്പോൾ അവിടെ വള്ളക്കാരൻ കുട്ടപ്പൻ. ആരാണ്? കുട്ടപ്പൻ. വെള്ളക്കാരൻ കുട്ടപ്പൻ സാഹചര്യം മുതലെടുത്തു. കുട്ടപ്പൻ മിനിയോട് പറഞ്ഞു, 10,000 രൂപ തന്നാലേ അക്കരെ കടത്തി വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. മിനി പറഞ്ഞു, കുട്ടപ്പൻ ചേട്ടാ അങ്ങനെ പറയരുത്, എൻ്റെ ഈ പൈസയില്ല, എൻ്റെ ജീവിതം തന്നെ തകർന്നു പോകും, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടപ്പൻ പറഞ്ഞു, കൊച്ചേ, ഈ മഴ പെയ്ത് ഈ പുഴ ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന സമയത്ത് ഹർത്താലിൻ്റെ ദിവസം നീ എങ്ങോട്ട് പോകാൻ? അങ്ങനെ പോകണമെങ്കിൽ കാശ് തന്നിട്ട് പോയാൽ മതി. പൈസ ഇല്ലെങ്കിൽ അപ്പുറത്ത് പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ഒരാളുണ്ട്, ബാബു. ആരാണ് പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ആൾ? ബാബു, പലിശക്കാരൻ ബാബു. ബാബുവിൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിച്ചിട്ട് തന്നാൽ മതി, ഞാൻ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ മിനി ബാബുവിൻ്റെ അടുത്ത് ചെന്നു. ബാബുവിനോട് പറഞ്ഞു, ബാബു ചേട്ടാ, എനിക്കൊരു 10,000 രൂപ തരുമോ? 2 മാസം കഴിയുമ്പോൾ സെമസ്റ്റർ ഫീസ് അടയ്ക്കാൻ നേരത്ത് വീട്ടിൽ കുറച്ച് പൈസ കൂട്ടി പറഞ്ഞ് മേടിച്ചിട്ട് ഞാൻ തിരിച്ചു തരാം. എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എന്നെ ഒന്ന് സഹായിക്കാമോ? വള്ളത്തിൻ്റെ ചേട്ടനെ പറഞ്ഞത്, ബാബു ചേട്ടൻ ഇങ്ങനെ പൈസ കൊടുക്കുന്നൊക്കെ. അപ്പോൾ ബാബു പറഞ്ഞു, മോളെന്തിനെ വിഷമിക്കുന്ന, പൈസ തരാമല്ലോ, അതിനല്ലേ ബാബു അണ്ണൻ. അപ്പോൾ നമുക്ക് ആകെ സന്തോഷം. അപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടനെക്കുറിച്ച് അങ്ങനെ അത്ര നല്ല അഭിപ്രായം അല്ല പൊതുവിലുള്ളത്, പക്ഷേ ഇതാണ്, നാട്ടുകാരെ വിശ്വസിക്കാൻ പറ്റില്ല, നേരിട്ട് അറിയുമ്പോഴല്ലേ നമുക്ക് മനുഷ്യരുടെ നന്മ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഒത്തിരി നന്ദി ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പുള്ളി ഓടിപ്പോയി ക്യാഷ് എടുത്തുകൊണ്ട് വന്ന് 10,000 രൂപ എടുത്ത ടീപ്പോയിൽ വെച്ചു. എന്നിട്ട് ഇവളോട് പറഞ്ഞു, പൈസ എടുക്കാൻ പോയപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞു. എന്താ ചേട്ടാന്ന് ചോദിച്ചു. പൈസ എടുത്തോ, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, നീ പൈസ എടുത്തിട്ട് എനിക്ക് തിരിച്ച് തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മോളെ ജോലിയൊക്കെ കിട്ടി കുറേ നാൾ കഴിഞ്ഞ് തന്നാൽ മതി, ഒരു കണ്ടീഷനുണ്ട്, എനിക്കൊരു ഉമ്മ തരണം എന്ന് പറഞ്ഞു. എന്ത് ചെയ്യും അല്ലേ? ഒരു ഡെനില്ലേ, ആ പാവം പെൺകുട്ടി പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു, പോയില്ലെങ്കിൽ സണ്ണിച്ചൻ പറ്റിക്കും, സണ്ണിച്ചൻ കലിപ്പൻ എന്നേക്കുമായി വിട്ടിട്ട് പോകും, ബ്രേക്കപ്പ് ആവും. സണ്ണിച്ചൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് ലൈഫ്? വാട്ട് ഈസ് ലൈഫ് വിതൗട്ട് സണ്ണി? അവൾക്ക് സങ്കടമായി. ഒരു ഉമ്മ കൊടുത്താൽ ഇത്രയല്ലേ ഉള്ളൂ, ആരും അറിയില്ല, ഡെറ്റോൾ ഇട്ട് കഴിയാൽ പോരെ, ഒരു ഉമ്മ അല്ലേ, ഒരു ഉമ്മ ഇങ്ങനെ പറയാവോ? അങ്ങനെയൊക്കെ ഓർത്ത് ഈ പെങ്കൊച്ച് പെട്ടെന്ന് അവളുടെ ആ സൈക്കോ സോഷ്യൽ അവസ്ഥ, കോഗ്നിഷനിലും കൊണേഷനിലും അഫക്ഷനിലും ഒക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ കയറി ഇറങ്ങിയിട്ട് അവൾ പെട്ടെന്നൊരു ഡിസിഷൻ എടുത്തു. ബാബുവിനൊരു ഉമ്മ കൊടുത്ത് 10,000 രൂപ മേടിച്ച് അത് വള്ളക്കാരന് കൊടുത്ത് സണ്ണിയുടെ അടുത്തെത്തി. സണ്ണിച്ചനെ കണ്ടപ്പോൾ നാട്ടിൻപുറത്തുകാരിയായ പെൺകുട്ടി അറിയാതെ സത്യം തുറന്നു പറഞ്ഞു, സണ്ണിച്ച, അതെ, സണ്ണിച്ചൻ്റെ അടുത്ത് വരാൻ വേണ്ടി ഞാൻ ആ മണ്ടനെ പറ്റിച്ചു, ഒരു ഉമ്മ കൊടുത്തിട്ട് 10,000 രൂപ മേടിച്ചു എന്ന് പറഞ്ഞു. ഉടനെ സണ്ണിച്ചൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഒരു ഹർത്താൽ വന്നപ്പോൾ നീ ഉമ്മ കൊടുത്തെങ്കിൽ ഞാൻ ഗൾഫിൽ പോയാൽ നീ എന്ത് ചെയ്യുന്നു ചോദിച്ചു. എന്തു ചെയ്യും?
എന്ത് ചെയ്യുമല്ലേ? ബ്രേക്കപ്പായി. സന്ദേശം പറഞ്ഞു, ഇങ്ങനെ നിന്നെ എങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു ചോദിച്ചു. സംഭവം ബ്രേക്കപ്പായി. വളരെ വിഷമിച്ച് അവൾ തിരിച്ച് വീട്ടിൽ പോയി. സങ്കടം സഹിക്കാൻ പറ്റാതെ ആ പെൺകുട്ടി കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. അവളുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഇതിന് കാരണം സണ്ണിയാണെന്ന് എഴുതി വെച്ചതുകൊണ്ട് തന്നെ അവളുടെ ചേട്ടൻ സണ്ണിയെ കുത്തിക്കൊന്നു. പിറ്റേ ദിവസം രാവിലെ പോലീസ് വന്ന് അവളുടെ ചേട്ടനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പെങ്ങളുടെ ശവസംസ്കാരം നടന്ന് തീർന്ന ഉടനെ തന്നെ ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന കാഴ്ച അമ്മ വളരെ വേദനയോടെ നോക്കി നിന്നു. ഓക്കെ, ഇതാണ് കഥ. സോ എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്, ഈ കഥയിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് ആരാണ്? നമുക്ക് സമയം വളരെ കുറവാണ്, പെട്ടെന്ന് പറയണം. ഒരുപാട് ആലോചിച്ച് ഫിലോസഫിക്കലായിട്ടൊന്നും പറയണ്ട, പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഉത്തരങ്ങൾ പറയാം. ഈ കഥയിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് ആരാണ്? ഓക്കെ, ഒരു മിനിറ്റ് ആലോചിച്ചോളൂ, എന്നിട്ട് കൈ പൊക്കിയാൽ മൈക്ക് തരും. എല്ലാവർക്കും ഉത്തരം ഉണ്ടാവില്ല, നമുക്ക് റാൻഡമായി തന്നെ പറയാം. മൈക്ക് തന്നോളൂ. ഇവിടെ ഓക്കെ. എൻ്റെ പേര് ധ്യാന, ബി ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആണ്. വെരി ഗുഡ്. ബാബു ആണ് തെറ്റ് ചെയ്തെന്ന് തോന്നുന്നു. ബാബു ആണ്, ധ്യാനയുടെ അഭിപ്രായത്തിൽ ബാബു ആണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത്. ബാബു യോജിക്കുന്നുണ്ടോ? എല്ലാവരും ധ്യാനയോടെ എതിരഭിപ്രായമുള്ളവർ കൈവെക്കൂ, പെട്ടെന്ന് തന്നെ കൈവെക്കൂ. മൈക്ക് കൊടുക്കാലോ. ഫാത്തിമയുടെ ഫ്രണ്ടിന്റെ പേരെന്താണ്? അഫ്ര പറയും. ബാബു തെറ്റെയ്തിന്, പക്ഷെ ഏറ്റവും കൂടുതൽ ചെയ്തത് മിനിയല്ലേ? ഏറ്റവും കൂടുതൽ ചെയ്ത് മിനിയാണെന്നാണ് അഫ്ര പറയുന്നത്. എന്തുകൊണ്ട് മിനി? കൊടുക്കാൻ പാടില്ല, മീൻസ് ഒരു 10,000 രൂപ വേണ്ടി ഒരു മൊത്തം ആ ഒരു ഇത്. 10,000 രൂപയ്ക്ക് വേണ്ടി ഒരു മൊത്തം കൊടുക്കാൻ പാടില്ല. അപ്പൊ അഫ്ര പറയുന്നു മിനിയാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. അതിനോട് യോജിക്കുന്നുണ്ടോ എല്ലാവരും? എന്തെങ്കിലും അതിൽ അഭിപ്രായമുള്ളവർ കൈവെക്കൂ. അച്ഛൻ എന്താ പറയാമെന്ന് എന്തെങ്കിലും പറയാൻ വന്നോ? മിനിയാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത്. അച്ഛൻ്റെ അഭിപ്രായത്തിൽ മിനിയാണ് ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത്. എൻ്റെ പേര് ശ്രീകുട്ടി, ഞാൻ MCJ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ. ഞാൻ പറയും സണ്ണി. ബിക്കോസ് അവൻ അത്രക്കും ടോക്സിക് ആയതുകൊണ്ടല്ലേ ഈ ഒരു ഹർത്താലിന്റെ സമയത്ത് പോലും ഓള് പോയത്. അവൻ ടോക്സിക് ആയിരുന്നു, അവൻ അത്ര ടോക്സിക് ആവാൻ പാടില്ല അല്ലേ? സണ്ണിയാണെന്നാണ് ശ്രീകുട്ടി പറയുന്നത്. അവൻ അവളെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൾ അങ്ങനെ പോവില്ലായിരുന്നു. കണ്ടോ അഫ്ര അച്ഛാ, കണ്ടോ? സണ്ണി മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലേ? ശ്രീകുട്ടിയുടെ അഭിപ്രായത്തോട് എല്ലാവരും യോജിക്കുന്നുണ്ടോ? എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ കൈ ഉയർത്താം. അല്ല, എല്ലാവരും തെറ്റ് ചെയ്തിട്ടില്ലേ? ഒരാളെ മാത്രം പറയാൻ പറ്റുമോ? എല്ലാരും ഓരോ രീതിയിൽ തെറ്റ് ചെയ്തു. കുട്ടി, അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് എല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് ആരാണ്? കൂടുതൽ ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും ഏറെക്കുറെ ഒരേ രീതിയിലല്ലേ ചെയ്തേ? എല്ലാവരും ഒരുപോലെ തന്നെ ചെയ്തു. എന്നാലും മോളുടെ അഭിപ്രായത്തിൽ ഇത്തിരി കൂടുതൽ തെറ്റ് ചെയ്തത് ആരാണ്? ഞാൻ പറയാം ആ ചെറുക്കനാന്ന്. സണ്ണി. സണ്ണിയും ശ്രീകുട്ടിയോട് യോജിക്കുന്നു അല്ലേ? അത്ര ടോക്സിക് ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്താ പറയണ്ടേ, ഇഷ്ടമാണെങ്കിൽ ടോക്സിക് ആവേണ്ട കാര്യമുണ്ടോ? അതായത് ഇഷ്ടമാണ് ടോക്സിക് ആവേണ്ട കാര്യമുണ്ടോ? ഒരു ഉമ്മയുടെ കേസല്ലേ ഉള്ളൂ, ക്ഷമിച്ചിട്ട് അവളെ കെട്ടണമായിരുന്നോ? ഉമ്മ കൊടുക്കണം എന്ന് ഞാൻ പറയില്ല. എനി അതർ ആൻസേഴ്സ്? എൻ്റെ പേര് ഇഷാൻ, BSW ഫസ്റ്റ് ഇയർ ആണ്. മിനിയുടെ ടെൻഷനാണ് ഇതിനെല്ലാം കാരണമായത്. എല്ലാവരും തെറ്റിയിട്ടുണ്ട്. അപ്പം മിനിയുടെ ഓവർ മീൻസ് മെന്റലി ഉള്ളത്. മിനിയുടെ മെന്റൽ ഫോമിങ്ങിൽ ഇഷാൻ പറയുന്നത്, BSW സ്റ്റുഡൻ്റ് ആയ ബാച്ചുലർ ഓഫ് സോഷ്യൽ വർക്ക് പഠിക്കുന്ന ഇഷാൻ പറയുന്നത് മിനിയുടെ ഇമ്പൾസീവ് നേച്ചറാണ് പ്രശ്നം ഉണ്ടാക്കിയത് അല്ലേ? എടുത്തു ചാടി അങ്ങനെ ചാടാൻ പാടില്ലായിരുന്നു. അപ്പോൾ മിനി അങ്ങനെ തെറ്റിയാനുള്ള കാരണം മിനിയുടെ ഇമ്പൾസീവ് നേച്ചറാണെന്നാണ് ഇഷാൻ പറയുന്നത് അല്ലേ? ഓക്കെ, വേറെ എന്തെങ്കിലും ഉത്തരങ്ങളുണ്ടോ? എൻ്റെ പേര് അന്ന, BA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. എല്ലാവരും തെറ്റ് ചെയ്തു. ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് മിനിയുടെ ചേട്ടനാണ്. ഒരു ജീവൻ എടുക്കാൻ ആർക്കും അധികാരമില്ല, അതാണ് അയാൾ ചെയ്തത്. അന്നക്കുട്ടി പറയുന്ന ഉത്തരം കൊലപാതകം ചെയ്യുന്നത് തെറ്റ് തന്നെയാണ്. അപ്പോൾ ഈ കഥയിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് കൊലപാതകം ചെയ്ത മിനിയുടെ ചേട്ടനാണെന്നാണ് അന്നമ്മ പറയുന്നത്, റൈറ്റ്? അല്ലെങ്കിൽ അന്ന പറയുന്നത്, അന്നമ്മ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അന്ന. ഓക്കെ, അന്നയോട് യോജിക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും ഉത്തരങ്ങളുണ്ടോ? പലരും പല കാര്യങ്ങൾ പറയണമെന്നുണ്ട്. നിങ്ങൾക്ക് ഇത്തിരി കുസൃതി കരുത്തിട്ടാണേലും പറയാം, കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരാൾ റെഡിയാണ്, ഇവിടെ ഒരാൾ റെഡിയാണ്, പറയൂ. സാർ, ഇതൊക്കെ തുടങ്ങി വെച്ചത് മിനിയുടെ തെറ്റായ ഒരു തീരുമാനത്തിൽ നിന്നല്ലേ? സണ്ണി ടോക്സിക് ആണെന്ന് ഇവൾക്ക് ഓൾറെഡി അറിയായിരുന്നോ? പിന്നെ എന്തിനാണ് ആ റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്ത് പോയതെന്നാണ് എൻ്റെ ഒരു സംശയം. പ്രണയിക്കുന്നത് ഒരു തെറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കഴിഞ്ഞപ്പോഴാണ് ടോക്സിക് ആണെന്ന് അറിയുന്നതെങ്കിലും അങ്ങനെയാണെങ്കിൽ അത് വേണ്ടെന്ന് വെക്കാൻ ഒരു വിവാഹത്തിലേക്ക് ചെന്ന് എത്തിയിട്ടില്ല. വിവേകം വേണമായിരുന്നു. ഒരാള് തൻ്റെ ജീവിതത്തിൽ തന്നെ വേദനിപ്പിക്കും, തന്നെ അടിക്കും, തന്നെ സങ്കടപ്പെടുത്തും എന്ന് കണ്ടിട്ടും വീണ്ടും അതിൽ തന്നെ വേദനയിൽ തുടർന്നു പോകാൻ എടുത്തത് മിനിയുടെ തീരുമാനമായിരുന്നു. അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി കാണിച്ച പല വ്യഗ്രതകൾ, അങ്ങനെ കാണിച്ച ചില കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം തുടർന്ന് അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു കൊലപാതകത്തിലേക്ക് വരെ ചെന്നെത്തിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്.
അത് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പ്രശ്നം ഒന്നും ഉണ്ടാകില്ലായിരുന്നു എന്നാണ് എനിക്ക് സോ മിനി ഈസ് എ റിയൽ കൾപ്രിറ്റ്. യെസ്. എനിവേ നമ്മളിത് ഇങ്ങനെ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് ധാരാളം ഉത്തരങ്ങളുണ്ടാകും. നിങ്ങളുടെയും എൻ്റെയും നമ്മുടെ ക്രൂവിൻ്റെ ഒക്കെ സമയത്ത് അത് ബാധിക്കും. നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരങ്ങൾ ഒരു പരിധിവരെ ശരിയാണ്. എങ്കിലും ശരിയായ ഉത്തരം ആരും തന്നെ പറഞ്ഞില്ല. ശരിയായ ഉത്തരം ഇതാണ്: ആ സ്റ്റോറിയിൽ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തത് മിനിയുടെ അമ്മയാണ്, അതിനുശേഷം മിനിയുടെ ചേട്ടനാണ്. കാരണം പറയാം. മിനി ഉണ്ടായ സമയത്ത് മിനിക്ക് പാല് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മിനി കരയാൻ തുടങ്ങി. അപ്പോൾ ഗ്യാസ് കയറുന്നതുകൊണ്ടാണെന്ന് മനസ്സിലായിട്ട് മിനിയുടെ അമ്മ അവളെ ഇങ്ങനെ തോളി കിടത്തിയിട്ട് പുറയിൽ ഇങ്ങനെ തട്ടിക്കൊടുത്തു. അങ്ങനെയാണ് ഗ്യാസ് കളയുക. കുറച്ച് നാൾ കഴിഞ്ഞ് മിനി ഇങ്ങനെ മുട്ട നീന്തി നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ പുറകെ പോകും. ഈ വാതിലിൻ്റെ ഇടയിലുള്ള ചെറിയ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇവളുടെ അടുത്ത് വായിലിടും. കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അവൾക്ക് ഉണക്കമീനാണോ പച്ചമീനാണോ ഇഷ്ടം. കുറച്ച് കഴിഞ്ഞപ്പോൾ മുടി പിന്നി ഇടുന്നതാണോ ബോബിക്കെട്ടാണോ ഇങ്ങനെ ഒക്കെ മനസ്സിലായി. കുറച്ച് നാൾ കഴിഞ്ഞ് അവൾക്ക് പീരീഡ്സ് ആയപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാൻ അമ്മയ്ക്ക് സാധിച്ചു. പിന്നീട് മിനി ഈ ഹർത്താലിൻ്റെ ദിവസം എങ്ങോട്ടാണ് ഇറങ്ങിപ്പോകുന്നതെന്നൊന്നും ചോദിക്കാനുള്ള ഒരു അടുപ്പം അമ്മയ്ക്ക് മിനിയോട് ഇല്ലാതായിപ്പോയി. അത് എവിടെ നിന്നാണ് തുടങ്ങിയത്? ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോൾ മകള് ആരെ ഫോൺ വിളിക്കുന്നു, എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, എന്തുപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും അമ്മയ്ക്ക് അറിയാതെ പോയി. ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരാളെ പേടിച്ചിട്ട് മകള് ഇറങ്ങിപ്പോകുമ്പോൾ ആ ഇറങ്ങിപ്പോകുന്ന മകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കാനൊരു അമ്മ തയ്യാറാവണം. ഞാൻ വളരെ വിവേകപൂർവ്വം ഈ കഥയിൽ അമ്മയുടെ പ്രാധാന്യം കുറച്ച് വെച്ചതാണ്. ചാടിക്കയറി നിങ്ങൾ ആദ്യമേ അമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഡിസ്കഷൻ നടക്കില്ലല്ലോ. അങ്ങനെ ഒരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ആ മിനിയുടെ അമ്മയുടെ റോള് നാളെ അമ്മമാരും അപ്പന്മാരും ആകാൻ പോകുന്ന നിങ്ങളെടുക്കണം. അനേകം ഇടവകളിൽ ശുശ്രൂഷ ചെയ്യുന്ന വികാരി അച്ഛന്മാരെടുക്കണം. ഒരു ധാരണ വേണം. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന എൻ്റെ കർത്തവ്യത്തിൽ അതിനോട് റെസ്പോൺസിബിലിറ്റി പുലർത്താൻ അപ്പനും അമ്മയും മറ്റ് സംവിധാനങ്ങളും സമൂഹവും തയ്യാറായി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കില്ല. കാരണം നമുക്ക് കുട്ടപ്പന്മാരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ എല്ലാ കാലവും വെള്ളക്കാരൻ കുട്ടപ്പന്മാരുണ്ടാകും, സണ്ണിമാരുണ്ടാകും. സമൂഹത്തിലും ടെക്നോളജിയിലും എല്ലാ കാലഘട്ടങ്ങളിലും പുഴുക്കുത്തുകളും ഉച്ച നീചത്വങ്ങളും ഉണ്ടാകും. അതിനെ മറികടക്കാനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് കുടുംബത്തിൽ പേരൻസ്, ക്യാമ്പസിലേക്ക് വരുമ്പോൾ അധ്യാപകർ, അല്ലെങ്കിൽ മറ്റു സാമുദായിക സംഘടനകൾക്ക് നേതൃത്വം വഹിക്കുന്ന ആൾക്കാർക്ക് തങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്വ ബോധം മനസ്സിലാക്കി അതിൻ്റെ പ്രാധാന്യം സാംശീകരിച്ചിട്ട് അതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ഇവിടെ അച്ഛൻ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, പ്രണയം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, പലിശയ്ക്ക് കാശ് കൊടുക്കുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. ബാങ്കുകാർ കാശ് കൊടുക്കുന്നുണ്ടല്ലേ. ഹർത്താൽ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വെള്ളക്കാരൻ കുട്ടപ്പൻ അയാളുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം അയാൾ വാങ്ങിക്കുന്നതിന് കുറ്റം പറയാൻ പറ്റില്ല. സൊസൈറ്റിയിൽ ഇതെല്ലാം ഇങ്ങനെയുണ്ട്. അവനവന് വേണമെങ്കിൽ മാറാം. ഇപ്പോൾ ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് നാളെ നിങ്ങൾ അമ്മമാരാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാം. 1 വയസ്സ് 2 വയസ്സ് സമയത്ത് ആ കുഞ്ഞിന് ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത സമയത്ത് ആ കുഞ്ഞ് ABCD ഫോണിൽ കണ്ട് പഠിക്കുന്നതിനേക്കാൾ ഇത്തിരിയും കൂടി നല്ലത് ഈ അമ്മ സ്ലേറ്റിൽ എഴുതി പഠിപ്പിക്കുന്നത്. കൂടെ നടന്ന് ഈ അമ്മയ്ക്കും കൊച്ചിനും തമ്മിലൊരു ബന്ധമുണ്ടാവണം. ഈ 6 മാസം 7 മാസം പ്രായമുള്ള കൊച്ച് ആ കുഞ്ഞിൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തുടങ്ങുന്ന ഘട്ടത്തിൽ അലറി കൂവി ഒരു കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ അപ്പം വന്ന് കിലുക്കി കാണിച്ചു കൊടുത്തു, നടന്നില്ല. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വന്ന് പാട്ട് പാടി നോക്കി, ഒന്നും നടന്നില്ല. അമ്മ വന്ന് എടുത്തപ്പോഴേ കുഞ്ഞ് കരച്ചിൽ നിർത്തി. അത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള വലിയൊരു ബന്ധമാണ്. അത്തരം ബന്ധങ്ങൾ വളരെ ഊഷ്മളകരമായിട്ട് മാറണം. അങ്ങനെ മാറുമ്പോൾ ഇതിനകത്തെ തെറ്റും ശരിയൊക്കെ തിരിച്ചറിയാനും വിധിക്കാനൊക്കെ സാധിക്കും. അങ്ങനെ നേരായ രീതിയിലൂടെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ നിങ്ങൾക്കും ഞങ്ങൾക്കുമൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.